അലർട്ട് ഗ്രാമർ ലാബിൻ്റെ കണ്ടീഷണൽ ക്ലോസസ് എന്ന പാഠത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് കണ്ടീഷണൽ ക്ലോസസ് എന്നാണ്. വീഡിയോ 1. കണ്ടീഷണൽ ക്ലോസസ് എന്ന് കേൾക്കുമ്പോൾ അപരിചിതത്വം തോന്നാം. പക്ഷേ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേട്ടുപരിചയം ഉണ്ടാവും, അല്ലേ? കണ്ടീഷണൽ ക്ലോസസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. If you sing the song, I shall run. ഇത് ഒരു നീണ്ട വാചകമാണ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. മലയാളത്തിൽ സങ്കീർണ വാചകം എന്നാണ് വിളിക്കുക. ആ പാട്ട് നീ പാടിയാൽ ഞാൻ ഓടും. ഇവിടെ ആ പാട്ട് പാടുന്ന നീയാണ് സബ്ജക്റ്റ്, ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആക്ഷൻ ചെയ്യുന്നയാള് യു ആണ്. സബ്ജക്റ്റ് എന്നാണ് യുവിനെ വിളിക്കുക. ഈ സബ്ജക്റ്റ് ഒഴികെ കോമ വരെ ബാക്കിയുള്ള ഭാഗം, ബാക്കിയുള്ള പദങ്ങൾ പ്രെഡിക്കറ്റ് എന്ന് അറിയപ്പെടുന്നു. പ്രെഡിക്കറ്റ്, യു സബ്ജക്റ്റ്, സിംഗ് ദി സോങ് പ്രെഡിക്കറ്റ്. സബ്ജക്റ്റും പ്രെഡിക്കറ്റും ചേർന്നാൽ ക്ലോസ് ആയി. CLAUSE, ക്ലോസ് ആയി. ഈ സബ്ജക്റ്റ്, പ്രെഡിക്കറ്റ് എന്നിവ ചേർന്നുണ്ടായ ക്ലോസിനോടൊപ്പം ഇഫ് ചേർത്താൽ ഇഫ് ക്ലോസ് ആയി, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആയി. യു എന്ന സബ്ജക്റ്റ്, സിംഗ് ദി സോങ് എന്ന പ്രെഡിക്കറ്റ് രണ്ടും കൂടി ചേർന്നാൽ ക്ലോസ്, ഇഫ് കൂടി ചേർന്നാൽ ഇഫ് ക്ലോസ് ആയി. ഐ സബ്ജക്റ്റ്, ഷാൽ റൺ പ്രെഡിക്കറ്റ്, സബ്ജക്റ്റും പ്രെഡിക്കറ്റും ചേർന്നാൽ ക്ലോസ് ആയി. ഇഫ് ഇല്ലാത്തത് കൊണ്ട് മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നു. ഇഫ് മുതൽ കോമ വരെയുള്ള ഭാഗം ഇഫ് ക്ലോസ്, കോമയ്ക്ക് ശേഷമുള്ള ഭാഗം മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിനെ വേണമെങ്കിൽ മുമ്പിലോട്ട് കൊണ്ടുവരാം. ഐ ഷാൽ റൺ ഇഫ് യു സിംഗ് ദി സോങ്. ഇങ്ങനെയും പറയാം. അപ്പോൾ കോമ വേണ്ട. ഐ ഷാൽ റൺ ഇഫ് യു
സിംഗ് ദി സോങ്. അങ്ങനെ പറയാം, കോമ വേണ്ട. മെയിൻ ക്ലോസ് ആദ്യം വരും, ഇഫ് ക്ലോസ് അവസാനം വരും. അങ്ങനെയും പറയാം. ഇനി ഷീ സബ്ജക്റ്റ്, റൺസ് ഫാസ്റ്റ് predicate. If she runs fast, if clause, the dog subject will bite her, predicate. The dog will bite her, main clause. കോമ വരെ ഇഫ് ക്ലോസ്, കോമയ്ക്ക് ശേഷം മെയിൻ ക്ലോസ്. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് ക്ലോസ്. യു വിൽ പാസ് ദി എക്സാം, മെയിൻ ക്ലോസ്. രണ്ട് ക്ലോസുകൾ, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇനി മറ്റൊരു കാര്യം പഠിക്കാം. ഈറ്റ്, ഈറ്റ്സ്, വെർബ് 1. എയ്റ്റ്, വെർബ് 2. ഈറ്റൺ, വെർബ് 3. ഇതെല്ലാം ഉണ്ടായത് ഈറ്റിൽ നിന്ന്. ഒന്നാമത്തെ ഈറ്റ്, അതിൻ്റെ പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്, BI, ബെയർ ഇൻഫിനിറ്റീവ്. ഈറ്റ്, ഈറ്റ്സ്, എയ്റ്റ്, ഈറ്റൻ എന്നീ പദങ്ങൾ ഉണ്ടായത് ഈറ്റ് എന്ന ബെയർ ഇൻഫിനിറ്റീവിൽ നിന്നാണ്. ഈ പദത്തിൽ നിന്നാണ് മറ്റു 4 പദങ്ങളും ഉണ്ടായത്. ഈറ്റിന്റെ, ഈറ്റ് എന്ന ബെയർ ഇൻഫിനിറ്റീവിന്റെ വെർബ് 1 ആണ് ഈറ്റ്, ഈറ്റ്സ്. 2 ഉണ്ട്. ഈ എഴുതിയിരിക്കുന്നതെല്ലാം ആക്ഷൻ വെർബാണ്. ഈറ്റ് എന്ന ബെയർ ഇൻഫിനിറ്റീവിന്റെ വെർബ് 1 ആണ് ഈറ്റ്, ഈറ്റ്സ്. അത് മനസ്സിലാക്കുക. അടുത്തത് സിംഗ് എന്നത് ബെയർ ഇൻഫിനിറ്റീവ്. അതിൽ നിന്നും സിംഗ്, സിങ്സ്, സാങ്, സങ് ഉണ്ടായി. വെർബ് 1ഉം 2ഉം 3ഉം ഉണ്ടായി. സിംഗ് എന്ന ബെയർ ഇൻഫിനിറ്റീവിന്റെ വെർബ് 1 രൂപങ്ങളാണ് സിംഗും സിങ്സും. ഒന്ന് പ്ലൂറൽ, മറ്റൊന്ന് സിംഗുലർ. അത് അടുത്ത 1-2 മിനിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അടുത്ത ഒരു വാക്കുകൂടി, കം, ബെയർ ഇൻഫിനിറ്റീവ്. കമ്മിന്റെ വെർബ് 1, കം, കംസ്. 2, came. 3, come. ഇങ്ങനെ എല്ലാ ആക്ഷൻ വെർബിനും 3 രൂപങ്ങളുണ്ട്. ഒരു രൂപം കൂടി വേറെയുണ്ട്, എഴുതിയിട്ടില്ല. ഈറ്റിംഗ്, കമ്മിങ്, സിംഗിങ്. ING രൂപം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. അത് പിന്നീട് ചർച്ച ചെയ്യാം. ഇതുപോലെ എല്ലാ വാക്കുകളും വരും. എങ്ങനെ? പ്ലേ, പ്ലേ, പ്ലേസ്. പ്ലേഡ്, പ്ലേഡ്. റൈറ്റ്, റൈറ്റ്, റൈറ്റ്സ്. റോട്ട്, റിട്ടൺ. റൺ, റൺ, റൺസ്. റാൻ, റൺ. സീ, സീ, സീസ്. സോ, സീൻ. ഫ്ലൈ, ഫ്ലൈ, ഫ്ലൈസ്. ഫ്ലൂ, ഫ്ലോൺ. അങ്ങനെ എല്ലാ ആക്ഷൻ വെർബിനും
ഇംഗ്ലീഷിലുള്ള മുഴുവൻ ആക്ഷൻ വെർബിനും ഇങ്ങനെ വെർബ് 1, 2, 3 ഉണ്ട്. ഇതില് നമ്മൾ ആദ്യം പഠിച്ചത് ഇറ്റും ഇറ്റ്സുമാണ്. ഇത് രണ്ടും വെർബ് 1 ആണ്. ഉണ്ടായത് ഇറ്റിൽ നിന്നാണ്. ആ ഇറ്റിന്റെ പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്. ഇറ്റ് എന്ന ബെയർ ഇൻഫിനിറ്റീവിൽ നിന്നും ഇറ്റും ഇറ്റ്സും ഉണ്ടായി. ഇറ്റ് വെർബ് 1 ആണ്, പ്ലൂരൽ വെർബ്. ഇറ്റ്സ് വെർബ് 1 ആണ്, സിംഗുലർ വെർബ്. ഇറ്റ് പ്ലൂരല്, ഇറ്റ്സ് സിംഗുലർ. ഇറ്റ് പ്ലൂരൽ, ഇറ്റ്സ് സിംഗുലർ. മനസ്സിലായോ? അടുത്ത് സബ്ജക്റ്റ് ഒരാളെ ഉള്ളുവെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് സിംഗുലർ വെർബാണ്. സബ്ജക്റ്റ് ഒരാളെ ഉള്ളുവെങ്കിൽ നമ്മൾ ചേർക്കേണ്ടത് സിംഗുലർ വെർബാണ്. ഹി ഒരാൾ, ഷീ ഒരാൾ, ബോയ് ഒരാൾ, ഗേൾ ഒരാൾ. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇറ്റ്സ് ചേർക്കണം. ഇറ്റല്ല. ഹി ഈറ്റ്സ്, ഷീ ഈറ്റ്സ്, ബോയ് ഈറ്റ്സ്, ഗേൾ ഈറ്റ്സ്. ഇങ്ങനെയാണ് വരിക. എന്നാൽ സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, മോർ ദാൻ 1, 2, 3, 4, 5, 10, 1000 ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പ്ലൂരൽ വെർബ് വരും. ദേ, അവർ ഒന്നിൽ കൂടുതൽ, വി ഞങ്ങൾ, നമ്മൾ, നാം ഒന്നിൽ കൂടുതൽ, ബോയ്സ് ഒന്നിൽ കൂടുതൽ, ഗേൾസ് ഒന്നിൽ കൂടുതൽ. ഒന്നിൽ കൂടുതൽ 2 അതിലധികമോ ഉണ്ടെങ്കിൽ ഇറ്റാണ് വരിക, ഈറ്റ്സ് അല്ല. ദേ ഈറ്റ്, വി ഈറ്റ്, ബോയ്സ് ഈറ്റ്, ഗേൾസ് ഈറ്റ്. ഇങ്ങനെയാണ് എഴുതുക. എന്നാൽ ഐന്റെയും യുവിന്റെയും കൂടെ പ്ലൂരൽ വെർബായ ഈറ്റാണ് എഴുതുക. ഐ ഈറ്റ്, യു ഈറ്റ് എന്നെഴുതണം. ഐ ഈറ്റ്സ് തെറ്റ്, യു ഈറ്റ്സ് തെറ്റ്. ഐ ഈറ്റ്, യു ഈറ്റ് ശരി. സബ്ജക്റ്റ് ഒന്നേ ഉള്ളുവെങ്കിൽ ഇറ്റ്സ്, 2 കൂടുതലോ ഉണ്ടെങ്കിൽ ഇറ്റ്. ഐന്റെയും യുവിന്റെയും കൂടെ ഇറ്റ്. കണ്ടോ? സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ എങ്കിൽ സിങ്സ്, ഒന്നിൽ കൂടിയാൽ സിങ്. ഐയും യുവും സിങ്. ഇത് നോക്കൂ. ഹി എത്രാൾ? ഒരാൾ. ഗോസ്, കംസ്, റൺസ്, പ്ലേസ്, റൈറ്റ്സ്. ഇങ്ങനെയാണ് വരിക. ഒന്നേ ഉള്ളുവെങ്കിൽ സിംഗുലർ വെർബ് ചേർക്കണം. ഗോസ്, കംസ്, റൺസ്, പ്ലേസ്. അങ്ങനെ ഒന്നിൽ കൂടിയാൽ പ്ലൂരൽ വെർബ് ചേർക്കണം. ഗോ, കം, റൺ, പ്ലേ, റൈറ്റ്. അങ്ങനെ ഐന്റെയും യുവിന്റെയും കൂടെ പ്ലൂരൽ വെർബ് ചേർക്കണം.
പ്ലൂറൽ ആക്ഷൻ വെർബ് ചേർക്കണം. ഗോ, കം, റൺ, പ്ലേ, റൈറ്റ്, റീഡ്. അങ്ങനെ ഇത് നോക്കൂ, ഹി എത്രയാളുണ്ട്? ഒരാൾ. പ്ലേസ്, സ്വിംസ്, വാക്സ്, റൈറ്റ്സ്. അങ്ങനെ ഷീ എത്രയാൾ? എത്ര ആൾ? ഒരാൾ. പ്ലേസ്, സ്വിംസ്, വാക്സ്, റൈറ്റ്സ്. അങ്ങനെ ദേ ഒന്നിൽ കൂടുതൽ. പ്ലേ, സ്വിം, വാക്ക്, റൈറ്റ്. അങ്ങനെ വി ഒന്നിൽ കൂടുതൽ. പ്ലേ, സ്വിം, വാക്ക്, റൈറ്റ്. അങ്ങനെ ഐന്റെയും യുവിന്റെയും കൂടെ പ്ലൂറൽ ആക്ഷൻ വെർബ്. ഐ, യു, പ്ലേ. ഐ, യു, സ്വിം. ഐ, യു, വാക്ക്. ഐ, യു, റൈറ്റ്, റീഡ്, ഫ്ലൈ, സീ, ലുക്ക്. അങ്ങനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റുവരുത്തുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിംഗുലറും പ്ലൂറലും ഉപയോഗിക്കാൻ അറിയാതെ തെറ്റു വരുത്തുന്ന കുട്ടികളാണ് ഭൂരിഭാഗം പേരും. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ഇഫ് ക്ലോസ് പഠിക്കാൻ പോവുകയല്ലേ, ഇതൊക്കെ ആവശ്യം വരും. വിൽ, ഷാൽ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പാഠത്തില് നമ്മളിത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. ഐ, വി എന്നിവയോടൊപ്പം ഭാവി കാലത്തെ സൂചിപ്പിക്കാനായി ചേർക്കുന്ന ഓക്സിലിയറി വെർബാണ് ഷാല്. ഐ, വി എന്നിവയോടൊപ്പം ചേർക്കുന്ന ഓക്സിലിയറി വെർബാണ് ഷാല്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം പറയാൻ മറ്റെല്ലാ പദങ്ങളുടെയും കൂടെ വില്ലാണ് ചേർക്കുക. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം അവതരിപ്പിക്കാൻ ഐന്റെയും വിന്റെയും കൂടെ നമ്മൾ ചേർക്കുന്ന ഓക്സിലിയറി വെർബാണ് ഷാല്. ബാക്കി എല്ലാ പദങ്ങളുടെയും കൂടെ വില്ലാണ് ചേർക്കുക. ഐന്റെ കൂടെ, വിന്റെ കൂടെ ഷാല്, ഷീയുടെ കൂടെ വില്ല്, യുവിന്റെ കൂടെ വില്ല്. ബോയ്, വിൽ. ഹി, വിൽ. ദേ, വിൽ. ഗേൾ, വിൽ. മങ്കി, വിൽ. ഡോങ്കി, വിൽ. മദർ, വിൽ. ഫാദർ, വിൽ. ക്യാറ്റ്, വിൽ. റാറ്റ്, വിൽ. അങ്ങനെ ഐന്റെയും വിന്റെയും കൂടെ ഷാൽ. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും വിൽ. ഇത്രയും ഓർക്കുക. ഇഫ് ക്ലോസുകള് 3 തരം. 1 LCC, 2 UCC, 3 ICC. ഇതെന്താ, ക്രിക്കറ്റ് ക്ലബ്ബോ? ഇന്ത്യൻ ക്രിക്കറ്റ് ക്ലബ്ബ്, ICC അല്ലേ? അതൊന്നും അല്ല. എളുപ്പത്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. LCC, UCC, ICC എല്ലാം പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ആദ്യത്തെ ഒരെണ്ണം എടുത്തു. അതിൻ്റെ പേരാണ് LCC. അതിൻ്റെ ഫുൾ ഫോം ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ്. ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ്.
ഇതിനെ ചില ടീച്ചർമാർ പ്രോബബിൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും, മറ്റു ചിലർ ഓപ്പൺ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. വേറെയും ചില അധ്യാപകർ പ്ലെയിൻ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. അപൂർവം ചിലർ റിയൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയും. എല്ലാം ഒന്നാണ്. നമുക്ക് എളുപ്പത്തിനു വേണ്ടി ഇതിനെ LCC എന്ന് വിളിക്കാം. ഫുൾ ഫോം ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ് എന്നാണ്. ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ് എന്നാണ്. കേട്ടോ? 3 തരം ഇഫ് ക്ലോസ് ഉണ്ട്. ഒന്നാമത്തെ ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ് LCC. ഇതാ LCC ഉപയോഗിച്ച് നമ്മൾ ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാൻ പോവാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇഫ് ക്ലോസും ഉണ്ടാവും, മെയിൻ ക്ലോസും ഉണ്ടാവും. ഇഫ് ക്ലോസും ഉണ്ടാവും, മെയിൻ ക്ലോസും ഉണ്ടാവും. ഇഫ് ക്ലോസിൽ എന്താ ചേർക്കുക? വെർബ് 1. ഏത് വെർബ് 1? നമ്മൾ അല്പം നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ്, ഇറ്റ്സ്, കം, കംസ്, സിങ്, സിങ്സ്, ഇങ്ങനെയുള്ള വെർബ് 1 ആണ് ചേർക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയും. മെയിൻ ക്ലോസിൽ ചേർക്കുക വിൽ, ഷാൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ക്യാൻ, മേ എന്നിവയും ചേർക്കും. അതേപ്പറ്റി ഈ പാഠത്തിന്റെ അവസാനം, ഈ പാഠത്തിന്റെ മീൻസ് LCCയുടെ അവസാനം പറയാം. ഇപ്പോൾ ഇത്രയും പഠിക്കുക. മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരിക. ഐന്റെയും വിന്റെയും കൂടെ ഷാൽ ഉപയോഗിക്കും. ബാക്കി പദങ്ങളുടെ കൂടെ വില്ലുപയോഗിക്കും. ആ വില്ലിന്റെയും ഷാളിന്റെയും കൂടെ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ ഒരു ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ, ഏതാ ബെയർ ഇൻഫിനിറ്റീവ്? നമ്മൾ പഠിച്ചു കുറച്ച് നേരത്തെ. കം, സിങ്, ഈറ്റ്, ഗോ, റൈറ്റ് ഇങ്ങനെയുള്ള ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താണ് മെയിൻ ക്ലോസ് ഉണ്ടാക്കുക. ഒരു കോംപ്ലക്സ് സെന്റൻസില് ഇഫ് ക്ലോസില് വെർബ് വന്നാൽ ആ ഭാഗത്തെയാണ് ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുക. ആ ലൈക്ക്ലി കണ്ടീഷണൽ ക്ലോസിന് ശേഷം വരുന്ന മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ടാവണം. ഇഫ് ക്ലോസിൽ വെർബ് 1 ഉണ്ടാവണം. മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ടാവണം. ഇതിനെ അപ്പൊ ഇവിടെ വെർബ് 1 വന്നാൽ, സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ അവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാ വന്നത്. ഇങ്ങനെ ടെൻസുകൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ട്. ഈ പൊരുത്തത്തെ പറയുന്ന പേരാണ് സീക്വൻസ് ഓഫ് ടെൻസസ്. ടെൻസുകളുടെ പൊരുത്തം എന്ന് പറയും. സീക്വൻസ് ഓഫ് ടെൻസസ് എന്ന് പറയും. ഇവിടെ വെർബ് 1 വന്നാൽ അവിടെ വില്ല്, ഷാല് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് വരും. ഇവിടെ ഇഫ് ക്ലോസില് വെർബ് 1 വന്നാൽ മെയിൻ ക്ലോസില് അവിടെ വില്ല്, ഷാല് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് വരും. ഇന്ന് ഇത്രയും മതി. LCCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയ്ക്ക് എങ്ങനെ ഉത്തരമെഴുതണമെന്നും രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി പഠിക്കാം.
കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇത് ശ്രദ്ധയോടെ കേട്ട് ആവർത്തിച്ചു കേട്ട് പഠിക്കണം. എങ്കിലേ തുടർന്നുള്ള പാഠങ്ങൾ സുഗമമായി മനസ്സിലാക്കുവാൻ ആവുകയുള്ളൂ. തൽക്കാലം എല്ലാവർക്കും വിട. താമസിയാതെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ ഒരുമിച്ച് കൂടാം. താങ്ക് യു.